സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് പെട്ടെന്ന് നോക്കിയാലും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാർ ഗ്രാഫുകളെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബാർ ഗ്രാഫ് എന്താണ്, എങ്ങനെയാ വരയ്ക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഹിസ്റ്റോഗ്രാമുകളെ കുറിച്ചാണ്. എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർ ഗ്രാഫുകളുടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ എന്താണോ അതാണ് ഹിസ്റ്റോഗ്രാം. ഫോർ എ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. അതായത് 0 to 10, 10 to 20, 20 to 30 അങ്ങനെ ഡാറ്റ കണ്ടിന്യൂസ് ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഡാറ്റ വാരിയിങ് വിഡ്ത്ത് ആണോ, അതായത് ഈ നമ്മൾ വരച്ചിരിക്കുന്ന ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണോ വാരിയിങ് ആണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാനുള്ള ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. രണ്ടാമത്, ഡാറ്റ കണ്ടിന്യൂസ് ആണോ അല്ലയോ. ഡാറ്റ കണ്ടിന്യൂസ് അല്ല എങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട്. ഇനി അടുത്തൊരു ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി പോളിഗണിലോട്ട് പോവാം. എങ്ങനെ? ഈ ഹിസ്റ്റോഗ്രാമിന്റെ മിഡിൽ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. ഈ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? വാരിയിങ് വിഡ്ത്ത് വരുന്ന കേസുകളും വരും, കണ്ടിന്യൂസ് ഇന്റർവെൽസ് അല്ലാത്ത കേസുകളും വരും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ ചെയ്ത പോലെ തന്നെ മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഫ്രീക്വൻസി പോളിഗണിലോട്ട് വരയ്ക്കാനായിട്ട്. ഇനി ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്ലാസ് മാർക്ക് എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മൊത്തം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി വേഗം തന്നെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക.